അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുക, അവരുടെ വേതനം വെട്ടിക്കുറയ്ക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി ഓരോ വർഷവും ഒരു ഗവൺമെന്റ് ആ രാജ്യത്തെ തൊഴിലെടുക്കുന്ന ആളുകളോട് നീതിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളല്ല, ദ്രോഹ നടപടികളാണ്. എന്തുകൊണ്ടും ജനങ്ങളോട് തൊഴിലാളികളോട് ചെറുക്കാതിരിക്കാൻ കഴിയില്ല, എതിർത്ത് തോൽപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഈ നയം മാറ്റുന്നത് വരെയുള്ള പോരാട്ടങ്ങൾക്കാണ് BJP. ഈ നാട്ടിലെ ജനത്തിന് ബദലായ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. ഈ കേരളത്തിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ് അംഗനവാടി ജീവനക്കാർക്ക് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി വേതനം മുടങ്ങി പോകാതിരിക്കുന്നത്. അവരെ പരിഗണിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് ഉച്ചഭക്ഷണക്കാരുടെ ശമ്പളം 2-3 മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിലും ഉച്ചഭക്ഷണ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കി ആ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ജോലിക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത് കേരളത്തിൽ LDF ഗവൺമെന്റുള്ളതുകൊണ്ടാണ്. സ്കൂൾ കൗൺസിലേഴ്സിന്റെ കാറ്റഗറി നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോരായ്മയുണ്ടെങ്കിലും ആ വിഭാഗത്തെ അംഗീകരിക്കാൻ തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. പാലിയേറ്റീവ് പ്രവർത്തനത്തെ ഏറ്റവും ഉന്നത പരിഗണനയിൽ കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അവർക്ക് കൃത്യമായ ശമ്പളം ഇന്ത്യയിൽ ഒരുപോലെ എല്ലായിടത്തുമില്ല. ഈ ഓരോ വർഷവും തുടർച്ചയായി ഫണ്ട് നിർവഹിച്ചില്ലെങ്കിൽ ആ സ്കീം നിലച്ചു പോകും.